വെൽക്കം, റഹ്മാനാണ്. ഈ വീഡിയോ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളെ കുറിച്ചിട്ടാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, LFTs എന്നാണ് നമ്മൾ സാധാരണ അബ്രിവേറ്റ്. നമ്മളിവിടെ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നത്. സോ പർപ്പസ് ആണ് നമ്മൾ ആദ്യം പറയാം. വാട്ട് ഈസ് ദ പർപ്പസ്. ദെൻ രണ്ടാമത് വാട്ട് ആർ ദ ഇൻഡിക്കേഷൻ, എന്തെല്ലാം കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മളിത് ചെയ്യും. മൂന്നാമത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടെസ്റ്റ്, ഏതെല്ലാമാണ് ഡിഫറെന്റ് ടെസ്റ്റുകൾ. അപ്പോൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പറയും. ഒന്ന് അതിന്റെ ബയോ കെമിക്കൽ മെത്തേഡ്സ് വഴിയുള്ള, രണ്ടാമത്തത് വേഗം പഠിക്കാനായിട്ടുള്ള സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ്. നാലാമത് നമ്മൾ പറയുക ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും സാധാരണയായിട്ട് ചെയ്യുന്ന റൂട്ടീൻ ടെസ്റ്റുകൾ ഏതെല്ലാമാണ്, ആൻഡ് അല്ലാത്തതും കുറച്ചും കൂടി ചേർത്തിട്ട് ബാക്കി ടെസ്റ്റുകളെ കുറിച്ച് ഒന്ന് പറഞ്ഞു. സോ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയുടെ ലേ ഔട്ട്. അപ്പോൾ പർപ്പസ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും കരൾ രോഗമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ഒന്ന് അസസ് ചെയ്യുക, അതാണ് ആദ്യത്തെ. രണ്ടാമത്തത് എന്ത് തരത്തിലുള്ള കരൾ രോഗമാണ്. ലിവർ കരൾ രോഗമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ളതാണ്, അത് ലിവർ സെല്ലിനെ ബാധിക്കുന്നതാണോ, അല്ലെങ്കിൽ ബൈലിന്റെ സ്രവവുമായിട്ടുള്ള പ്രശ്നങ്ങളാണോ, കോളിസ്റ്റാറ്റിക് ടൈപ്പ് ആണോ. സോ നേച്ചർ ഓഫ് ലിവർ ഇഞ്ചുറി, എന്ത് തരം ഇഞ്ചുറി ആണ്, നേച്ചർ ഓഫ് ഇഞ്ചുറി അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ മൂന്നാമത് കരളിന് ഘടനാപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഫൈബ്രോട്ടിക് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നറിയാനും നമ്മൾ ചെയ്യാറ്. അപ്പൊ ഇത് എപ്പോഴൊക്കെയാണ് അതിന്റെ ഇൻഡിക്കേഷൻസ് ഓഫ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ, ഒന്ന് ഏറ്റവും പ്രധാനം ജോണ്ടിസിലാണ്. ജോണ്ടിസ് എന്ന് പറയുമ്പോൾ മഞ്ഞപ്പിത്തം വന്നു കഴിയുമ്പോൾ കണ്ണിലും ചർമ്മത്തിലൊക്കെ മഞ്ഞ നിറം കണ്ടിട്ട് കഴിഞ്ഞാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. ദെൻ സസ്പീഷ്യൻ, ലിവർ ഫംഗ്ഷൻ പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർക്ക് സംശയമുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യണം. ദെൻ മദ്യപാനം മൂലമുള്ള ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉണ്ട് എന്ന് സംശയം ഉണ്ടെങ്കിൽ ചെയ്തേ പറ്റും. 5 കണ്ടുപിടിച്ചിട്ടപ്പെട്ടിട്ടില്ലാത്ത അൺഡയഗ്നോസ്ഡ് ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്ത് നോക്കണം. ദെൻ പ്രമേഹ രോഗികളിൽ, ഡയബറ്റിക് രോഗികളിൽ റൂട്ടീനായിട്ട് വർഷം നമ്മൾ ചെയ്യാറുണ്ട്. 6 രക്തസ്രാവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കൊയാഗുലേഷൻ ഡിസോർഡറിലും നമ്മൾ ഇത് ചെയ്തു നോക്കും, ലിവർ ഫംഗ്ഷൻ ചെയ്യണം. ദെൻ 7 മരുന്നുകൾ, ഉദാഹരണത്തിന് കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിനോ അല്ലെങ്കിൽ ആന്റി TB മരുന്നുകൾ, ആന്റി കൺവൽസൻസ്, മെത്തോട്രക്സേറ്റ്, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളോ ലിവർ ടോക്സിൻസോ. സോ ഡ്രഗ്സ് ഓർ ലിവർ ടോക്സിൻസ് ഒക്കെ കഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൽ എത്തിയിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ദെൻ ചികിത്സയുടെ റെസ്പോൺസ്, നമ്മളൊരു തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ റെസ്പോൺസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനും നമ്മൾ ഇത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തേ പറ്റും. ഇനി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബയോകെമിക്കൽ ടെസ്റ്റുകൾ ആദ്യം ഒന്ന് പറയാം. ബയോകെമിക്കൽ വേ ഓഫ് ക്ലാസിഫിക്കേഷൻ ഞാൻ എഴുതുന്നത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ഇതെല്ലാം ഞാൻ വീണ്ടും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ ഗ്രൂപ്പ് 1 ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിന് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഉണ്ട്. ദെൻ ഡീടോക്സിഫിക്കേഷൻ അതിനകത്ത് വരും. ദെൻ മെറ്റബോളിക് ഫംഗ്ഷൻ. സോ ഡീടോക്സിഫിക്കേഷൻ ആൻഡ് മെറ്റബോളിക്, ഈ ഫംഗ്ഷൻസ് ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ബ്ലഡിനകത്ത് ബിലിറൂബിൻ ആണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുക. ബിലിറൂബിൻ അത് തന്നെ പല ടൈപ്പ് ഉണ്ട്, കോൺജുഗേറ്റഡ്, അൺകോൺജുഗേറ്റഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാം. അതാണൊന്ന്. ദെൻ ബ്ലഡിലല്ല, ഇനി യൂറിന്റെ അകത്ത് നമുക്ക് ചെയ്യാവുന്നത് ബൈൽ പിഗ്മെന്റ്സ് നമുക്ക് ചെയ്യാം, ബൈൽ സോൾട്സ് നമുക്ക് ചെയ്യാം. ദെൻ യൂറോബിലിനോജൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ബ്രോമോസൾഫതാലിൻ അല്ലെങ്കിൽ BSP ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ബ്ലഡ് അമോണിയ, ബ്ലഡിനകത്തുള്ള അമോണിയ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഹിപ്യൂറിക് ആസിഡ്. സോ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലിവറിന്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ മെറ്റബോളിക് ഫംഗ്ഷൻ നോക്കാനായിട്ടാണെങ്കിൽ ഗാലക്ടോസ് ഉണ്ട്, ഗാലക്ടോസ് ടോളറന്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ സിറം കൊളസ്ട്രോളിന്റെ തന്നെ എസ്റ്ററിഫൈഡ് കൊളസ്ട്രോൾ ഉണ്ട്, നോൺ എസ്റ്ററിഫൈഡ് കൊളസ്ട്രോൾ ഉണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി ഗ്രൂപ്പ് 2 ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എൻസൈംസ് ആണ്. സിറം എൻസൈം, ബ്ലഡിനകത്തുള്ള എൻസൈംസ് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ലിവറിന്റെ ഫംഗ്ഷൻ, ലിവർ ഇഞ്ചുറിയുടെ മാർക്കേഴ്സ് ആണ്. സോ ലിവർ ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള മാർക്കേഴ്സ് ആണ് ഈ ടെസ്റ്റ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ AST ഉണ്ട്, ALT ഉണ്ട്, ALP ഉണ്ട്, ദെൻ GGT ഉണ്ട്, ദെൻ 5' ന്യൂക്ലിയോറ്റിഡേസ് എന്ന് പറയുന്ന ടെസ്റ്റുകളൊക്കെ. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിനകത്തുള്ള പ്രോട്ടീൻസ്. ലിവറിന്റെ ഒരു ഫംഗ്ഷൻ എന്താണ്? ലിവറിന്റെ ഒരു ഫംഗ്ഷൻ ആണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുക. ബ്ലഡിനകത്തുള്ള പ്രോട്ടീൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീൻ ആൽബുമിൻ ആണ്. സോ സിന്തറ്റിക് ഫംഗ്ഷൻ നമ്മൾ അറിയാനായിട്ട് ആൽബുമിൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ദെൻ ആൽബുമിൻ ടു ഗ്ലോബുലിൻ റേഷ്യോ, എല്ലാത്തരം ഗ്ലോബുലിനും ലിവർ ഉണ്ടാക്കുന്നില്ല,
ആൽഫയും ബീറ്റയും മാത്രമേ ഉള്ളൂ. ഗാമ വേറെ സ്ഥലത്ത് പ്ലാസ്മ എന്നൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ദെൻ പ്രോത്രോംബിൻ ടൈം, പ്രോത്രോംബിനൊക്കെ ലിവറിൽ നിന്നുണ്ടാകും. ദെൻ ബ്ലഡ് അമോണിയ നോക്കി അറിയാൻ പറ്റും. ദെൻ ലിവർ ഫൈബ്രോസിസ് ഉണ്ടോ എന്നറിയാനായിട്ട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മാർക്കേഴ്സ് ഉണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മാർക്കേഴ്സ്, അത് ഫൈബ്രോസിസ് ഉണ്ടോ ലിവറിന് എന്നറിയാനായിട്ടുള്ള ടെസ്റ്റുകളാണ്. ഉദാഹരണം സിറം ഹയാലുറോണിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ദെൻ പ്രോകൊളാജൻ ടൈപ്പ് 1 ഉണ്ട്. ടൈപ്പ് 1 പേര് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അത് കാർബോക്സി ടെർമിനൽ പെപ്റ്റൈഡ് PICP എന്ന് പറയുന്ന പറഞ്ഞുണ്ട്. ടൈപ്പ് 3 ആണെങ്കിൽ P3MP എന്നായിരിക്കും പറയാ. തൽക്കാലം നമുക്ക് പ്രോകൊളാജൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 3 എന്ന് പറഞ്ഞു നിർത്താം. ദെൻ മാട്രിക്സ് മെറ്റാലോപ്രോട്ടീനേസ് MMS എന്ന് നമ്മൾ MMP മെറ്റാലോപ്രോട്ടീനേസ്. ദെൻ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ടിഷ്യൂ ഇൻഹിബിറ്റേഴ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ട്രാൻസ്ഫോമിംഗ് ഗ്രോത്ത് ഫാക്ടർ ബീറ്റ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് അഞ്ചാമത്തെ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടെസ്റ്റുകളാണ്. പിന്നെ സാധാരണ റൂട്ടീനായിട്ട് ചെയ്യുന്നതല്ല. ഉദാഹരണം സെറുലോപ്ലാസ്മിൻ എന്ന് പറയുന്ന ടെസ്റ്റ്, ഫെറിറ്റിൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. ദെൻ ആൽഫ-1 ആന്റി ട്രിപ്സിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ദെൻ ബീറ്റ-2 മൈക്രോഗ്ലോബുലിൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. ദെൻ ആൽഫ ഫീറ്റോപ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. സോ ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ സ്പെഷ്യൽ കേസസ് ഉള്ള ടെസ്റ്റുകളാണ്. ഇനി ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് നിമോണിക് ബേസ്ഡ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ചെയ്യുക A മുതൽ I വരെ അങ്ങോട്ട് എഴുതുക ഇംഗ്ലീഷിൽ. ഇപ്പൊ A വെച്ചിട്ട് ഉദാഹരണം ആൽബുമിൻ ഓർത്തിരിക്കാമല്ലോ. ആൽബുമിൻ ടു ഗ്ലോബുലിൻ റേഷ്യോ എന്ന് ഓർത്തിരിക്കാം. ആൽഫ-1 ആന്റി ട്രിപ്സിനും കൂടി ഓർത്താൽ ഓക്കെ. A വെച്ചിട്ട് പ്രധാനപ്പെട്ട എത്ര മതി. B വെച്ചിട്ട് എന്തായാലും ഓർക്കണം ബിലിറൂബിൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ടോട്ടൽ ബിലിറൂബിൻ വരും, കോൺജുഗേറ്റഡ് വരും, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഇത് മൂന്നും ഓർത്തേ പറ്റും. ദെൻ B വെച്ചിട്ട് ബൈൽ പിഗ്മെന്റ്സ് ഓർക്കാം, ബൈൽ സോൾട്സ് ഓർക്കാം. ദെൻ C വെച്ചിട്ട് കൊളസ്ട്രോൾ ഓർത്തിരുന്നാൽ മതി, കൊളസ്ട്രോൾ. ദെൻ അതിനൊപ്പം കൊയാഗുലേഷൻ ഫാക്ടർ ഓർക്കാം, സെറുലോപ്ലാസ്മിൻ, അതൊരു സ്പെഷ്യൽ ടെസ്റ്റാണ്. D വെച്ചിട്ട് ഡൈ ആണ്. ഡൈ നമ്മൾ പറഞ്ഞു BSP ടെസ്റ്റ്, ബ്രോമോസൾഫോതാലിൻ ടെസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു D വെച്ചിട്ട്. ദെൻ E വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എൻസൈംസ് ആണ്. എൻസൈംസ് ഏതൊക്കെയായിരുന്നു? ALT നമ്മൾ പറഞ്ഞു, AST നമ്മൾ പറഞ്ഞു, LDH ഉണ്ട്. LDH 4 ആണ് കേട്ടോ. 4ഉം 6 ഒക്കെയാണ്, 1 അല്ല. ദെൻ ALP ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ GGT ഉണ്ട്, 5 പ്രൈം ന്യൂക്ലിയോറ്റിഡേസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്. ഈ F ആണെങ്കിലോ, F വെച്ചിട്ടൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഫെറിറ്റിനെ കുറിച്ചൊന്ന് ഓർക്കാൻ പറ്റുമെങ്കിലോ, ആൽഫ ഫീറ്റോപ്രോട്ടീൻ എന്ന് ഓർക്കും. G വെച്ചിട്ട് ഗാലക്ടോസ് ആണ്, ഗാലക്ടോസ് ടോളറൻസ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. H വെച്ചിട്ട് ഹയാലുറോണിക് ആസിഡ് എന്ന് ഓർത്തായിരുന്നു. HBS AG ഒക്കെ ഉണ്ട്, തൽക്കാലം വിടാം. I വെച്ചിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്, അത് നമ്മൾ ചെയ്യപ്പോഴാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. പിന്നെ നമ്മൾ പറയാം സാധാരണ റൂട്ടീനായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ. അപ്പൊ അതിന്റെ സിഗ്നിഫിക്കൻസ് പറയാം. ദെൻ അതിന്റെ മെത്തേഡ്സ് ഒന്ന് ചിലപ്പോൾ പറയേണ്ടി വന്നാൽ പറയും. ദെൻ അതിന്റെ വാല്യൂസ്, അപ്പൊ അതിൽ നിന്ന് എന്ത് ഇൻഫറൻസ് നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് പറയാം. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരൾ പരിശോധന, ഇപ്പൊ ജോണ്ടിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുക ബിലിറൂബിൻ ആണ് നമ്മൾ ചെയ്യുക. സോ മൊത്തം ബിലിറൂബിൻ, അതിനെ നമ്മൾ ടോട്ടൽ ബിലിറൂബിൻ എന്നാണ് നമ്മൾ പറയാം. അത് 0.2 to 1.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് നമ്മൾ പറയാം. പല ബുക്കുകളിലും പല റേഞ്ച് ആണ്, അത് ലോക്കലായിട്ട് നോക്കുക. ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ദെൻ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ്. കോൺജുഗേറ്റഡ് അപ്പോൾ 0.2 to 0.4 ആണ്. അല്ലെങ്കിൽ കോൺജുഗേറ്റഡിനെ നമ്മൾ ഡയറക്റ്റ് എന്നും പറയും, ഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് പറയും. ദെൻ അപ്പോൾ ബാക്കി വരുന്നത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് എന്ന് വിളിക്കും. മറ്റേ ഡയറക്റ്റ് ആണെങ്കിൽ ഇത് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ. അപ്പോൾ ബാക്കി 0.2 to 0.6 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഇതും മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ബിലിറൂബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബിലിറൂബിൻ എന്താണ് സാധനം? ബിലിറൂബിൻ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ നശിച്ചതിന് ശേഷം അതിലെ ഹീം എന്ന് പറയുന്ന ഇരുമ്പ് ഭാഗമാണ്. ആ ഭാഗത്തിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ ബിലിറൂബിൻ എന്ന് പറയാം. സോ ദിസ് ഹീമോഗ്ലോബിൻ ഡീഗ്രഡേഷൻ പ്രൊഡക്റ്റ് ആണ് ബിലിറൂബിൻ. അതപ്പോൾ ലിവറിലേക്ക് വരും. ലിവറിലേക്ക് വരുമ്പോഴത്തേക്കും അൺകോൺജുഗേറ്റഡ് ആയിട്ടായിരിക്കും കരളിലെത്തുക. ലിവറിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിനെന്ത് ചെയ്യണം? അതിന് നമ്മൾ വേറൊരാളായിട്ട് വെച്ച്
ചേർത്ത് പിടിപ്പിക്കും. അതിൻ്റെ പേര് ഗ്ലൂക്കറോണിഡേഷൻ എന്നാണ് ആ പ്രോസസ്സിന് നമ്മൾ പറയാം. അപ്പോൾ ഗ്ലൂക്കറോണൈഡ് വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ അത് വാട്ടർ സോലുബിൾ ആവും, വെള്ളത്തിൽ അലിയുന്ന രീതിയിലാണ്. എന്നിട്ട് അതിനെ കുടലിലേക്ക് വിടും. കുടലിൽ നിന്ന് അത് സ്റ്റെർക്കോബിലിനോജനായിട്ട് ഫീസസിലൂടെ, മലത്തിലൂടെ പുറത്തേക്ക് പോകും. ഇതാണ് ഇതിന്റെ വിധി. പക്ഷേ ഇൻഡസ്റ്റൈനിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് അത് അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും ബ്ലഡിലെത്തും. അങ്ങനെ യൂറിനിലെത്തുമ്പോഴത്തേക്കും അതിനെ നമ്മൾ യൂറോബിലിനോജൻ എന്നാണ് പറയുന്നത്. യൂറോബിലിനോജൻ ഇങ്ങനെയാണ് എത്താനുള്ള ഒരു ചാൻസ് ഉള്ളത്. സോ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത് വാട്ടർ സോലുബിൾ അല്ല, ഇത് പക്ഷെ കോൺജുഗേറ്റഡ് വാട്ടർ സോലുബിൾ ആണ് എന്നുള്ളതാണ് ഓർത്തിരിക്കുക. ബിലിറൂബിൻ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിനെ നമ്മൾ വിളിക്കുക വാൻഡൻബർഗ്, BRGH വാൻഡൻബർഗ് റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുക. അതിനകത്ത് ഉപയോഗിക്കുക സൾഫാനിലിക് ആസിഡ് എന്ന് പറയുന്ന സംഭവം, കുറച്ച് HCl ആഡ് ചെയ്യുക, ദെൻ സോഡിയം നൈട്രേറ്റും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഡയസറ്റൈസേഷൻ പ്രോഡക്റ്റ് കിട്ടും. ഡയസറ്റൈസ് സൾഫാനിലിക് ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. നോർമൽ ബ്ലഡ് സിറത്തിൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, ഒരു കളറും കിട്ടില്ല. പക്ഷെ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്കൊരു പിങ്ക് കളർ കിട്ടും, ഉടൻ ഒരു പിങ്ക് കളർ കിട്ടും. സോ ഇതാണ് ഡയറക്റ്റ് പോസിറ്റീവ് ടെസ്റ്റ്, വാൻഡൻബർഗ് ടെസ്റ്റ്. ഇനി രക്തത്തിലെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണെങ്കിലോ അത് കിട്ടണമെങ്കിൽ നമ്മൾ അൺകോൺജുഗേറ്റഡ് വെള്ളത്തിൽ അലിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് ഇച്ചിരി മെത്തനോൾ അതിനകത്ത് ഒഴിച്ച് അലിയിച്ചെടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ഒരു പിങ്ക് കളർ കിട്ടും. അതാണ് ഇൻഡയറക്റ്റ് പിങ്ക് ടെസ്റ്റ് എന്ന് പറയാം. ഇതാണ് ടെസ്റ്റ്. സപ്പോസ് നമുക്കൊരാൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ട് എന്ന് കരുതുക. ഈ മഞ്ഞപ്പിത്തം 3 തരം വരാം. ഒന്ന് പ്രീ ഹെപ്പാറ്റിക് ആണ്, കരളിൽ എത്തിയിട്ടില്ല, അതിനു മുമ്പേ ബ്ലഡ് സെൽസ് നശിച്ചുണ്ടാകുന്നതാണ് പ്രീ ഹെപ്പാറ്റിക് ഓർ ഹീമോലിറ്റിക് ജോണ്ടിസ് എന്നുള്ളത്. ഹീമോലിറ്റിക് ജോണ്ടിസ് ലിവറിന്റെ പ്രശ്നമേ അല്ല, കരളിലെത്തുന്നതിന് മുമ്പ് തന്നെ രക്തകോശങ്ങൾ കൂടുതലായിട്ട് നശിപ്പിക്കപ്പെടുന്ന കേസാണ്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രീ ഹെപ്പാറ്റിക് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിരിക്കും കൂടുതലായിട്ട്, ഇൻഡയറക്റ്റ് ബിലിറൂബിൻ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അതിനുമുമ്പ് ഈ ബിലിറൂബിൻ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പർ ബിലിറൂബിനേമിയ എന്നാണ് പറയുക. ഹൈപ്പർ ബിലിറൂബിനേമിയ മീൻസ് 1.2 ആണ് നമ്മൾ പറഞ്ഞത്. 1 മില്ലിഗ്രാമിൽ കൂടുതലായി കഴിഞ്ഞാൽ, 2 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതലായി കഴിഞ്ഞാൽ ലേറ്റന്റ് ജോണ്ടിസ് ആയി. ദെൻ 2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആയി കഴിഞ്ഞാൽ അത് ക്ലിനിക്കൽ ജോണ്ടിസ് ആയി കഴിയും. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ കൂടുതലായിട്ട് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മഞ്ഞപ്പിത്തം വന്നത് ലിവറിലെ ബൈലിന്റെ ഒഴുക്കിലുള്ള തടസ്സം മൂലമാണ് എന്ന് കരുതിയാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഹെപ്പാറ്റിക് ഓർ ഒബ്സ്ട്രക്റ്റീവ് ആണെന്ന് കരുതാം. പോസ്റ്റ് ഹെപ്പാറ്റിക് ഓർ ഒബ്സ്ട്രക്ഷൻ ആണ്, തടസ്സമാണ് ഈ ജോണ്ടിസ്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആണെങ്കിൽ ഈ ടെസ്റ്റിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിങ്ക് കളർ കിട്ടും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പിങ്ക് കളർ കിട്ടും. അപ്പൊ ഏതായിരിക്കും കൂടുതൽ? ഡയറക്റ്റ് ബിലിറൂബിൻ ആയിരിക്കും കൂടുതലായിട്ട്. ഡയറക്റ്റ് ഓർ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ് നമുക്കുള്ളത്. അപ്പൊ അതിന്റെ ടെസ്റ്റ് പോസിറ്റീവ്. നമ്മൾ മൂന്നാമത്തെ ഒരു കേസ് കൂടി ആലോചിക്കുക. അത് ലിവറിന്റെ പ്രശ്നമാണ്. ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റും കൂടുതൽ കിട്ടും, ഇതും കൂടുതൽ. സോ ബോത്ത് ഇതും നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടാന്ന് വെച്ചാൽ ആദ്യം ഒരു പിങ്ക് കളർ കിട്ടും, കുറച്ച് സമയം കഴിയുമ്പോൾ ഇരിക്കുമ്പോൾ ഈ കളർ അങ്ങ് കൂടി വരുന്നതായിട്ട് കാണും. മെത്തനോൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കളർ കൂടി വരും. ഓക്കെ, സോ അപ്പൊ പ്രീ ഹെപ്പാറ്റിക് ആണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ? ഇൻഡയറക്റ്റ് ആണ് കൂടുതൽ. ദെൻ പോസ്റ്റ് ഹെപ്പാറ്റിക് ആണെങ്കിൽ ഡയറക്റ്റ് ആണ് കൂടുതൽ. ഇതിനകത്ത് ഡയറക്റ്റും ഇൻഡയറക്റ്റും കൂടുതലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലായി ഹെപ്പാറ്റിക് സംഭവമാണ്, ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇതേ രോഗിയിൽ തന്നെ നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യണം. മൂത്രം കൂടി ഒന്ന് പരിശോധിക്കാം. മൂത്രത്തിൽ നമ്മൾ ബൈൽ പിഗ്മെന്റ്സ് ഫൗഷറ്റ്സ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. ഫിൽറ്റർ പേപ്പറിൽ ഒരു പിസ്റ്റാ ഗ്രീൻ കളർ കിട്ടുന്ന ടെസ്റ്റാണ്. യൂറിൻ വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ സാധാരണ രീതിയിൽ ഉണ്ടാകത്തില്ല, നോർമലി ആബ്സെന്റ് ആണ്. സോ ഇവിടെ പ്രീ ഹെപ്പാറ്റിക് ആണെങ്കിൽ അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. പക്ഷേ ഹെപ്പാറ്റിക് ആൻഡ് ഓൾസോ ഇത് രണ്ടിലും ദിസ് ടെസ്റ്റ് വിൽ ബി ബൈൽ പിഗ്മെന്റ്. സോ ബൈൽ പിഗ്മെന്റ്സ് വിൽ ബി പോസിറ്റീവ് ആയിരിക്കും ഇവിടെയും ഹെപ്പാറ്റിക് ആൻഡ് ഓൾസോ പോസ്റ്റ് ഹെപ്പാറ്റിക്കിൽ ഇത് കൂടുതലായിരിക്കും കിട്ടുക. ഇതേ കേസിൽ തന്നെ നമ്മൾ ബൈൽ സോൾട്സ് ആണ് പരിശോധിക്കുക. ബൈൽ സോൾട്സ് എന്ന് പറയുമ്പോൾ സോഡിയം ടോറോക്കോളൈറ്റ് അല്ലെങ്കിൽ സോഡിയം ഗ്ലൈക്കോളൈറ്റ് പോലെയുള്ള സംഭവങ്ങളാണല്ലോ. ആന്റി ടെസ്റ്റ് ചെയ്യുക. ഹേസ് ടെസ്റ്റ് എന്നാണ് ആ ടെസ്റ്റിന് പറയുക. ഹേസ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ ഒരു <4 ആയിരിക്കും ഈ ബൈൽ സോൾട്സ് കാണാൻ പാടുള്ളൂ. ഓക്കെ, സോ പ്രീ ഹെപ്പാറ്റിക് ഓർ ഇതിനകത്ത് ഹീമോലിറ്റിക് ഹെപ്പാറ്റിക്, അതിനകത്ത് ഇത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഹെപ്പാറ്റിക് ആൻഡ് ഒബ്സ്ട്രക്റ്റീവില് ഇത് വീണ്ടും പോസിറ്റീവ്, ഇവിടെയും ഇത് പോസിറ്റീവ് ആയിരിക്കും. സോ ഇനി നമ്മൾക്ക് ഒരെണ്ണം കൂടി ടെസ്റ്റ് ചെയ്യാണ്ട് യൂറിനിനകത്തുള്ള യൂറോബിലിനോജൻ ടെസ്റ്റ് ചെയ്യാം. യൂറോബിലിനോജനും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാണെന്ന് വെച്ചാൽ, സോ ആദ്യത്തെ ഇതിൽ മാത്രമായിരിക്കും ഇത് പോസിറ്റീവ് ആയിരിക്കുക, ബാക്കി രണ്ടിലും ഇത് യൂറോബിലിനോജൻ വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. സോ പ്രസൻസ് ഓഫ് യൂറോബിലിനോജൻ ഇൻഡിക്കേറ്റ്സ് വാട്ട്? ഇത് മൂത്രത്തിൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഹീമോലിറ്റിക് ജോണ്ടിസ് ആണ് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ ബ്ലഡ് ബിലിറൂബിൻ ടെസ്റ്റ് പ്ലസ് യൂറിൻ ബിലിനോജൻ, ബൈൽ പിഗ്മെന്റ്സ്, ബൈൽ സോൾട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രശ്നം കരളിനാണോ ഒബ്സ്ട്രക്ഷൻ
ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ പ്രീ ഹെപ്പാറ്റിക് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ടോട്ടൽ ബിലിറൂബിൻ കൂടുന്ന ഒരു കണ്ടീഷൻ മെയിലുള്ളതാണ് ടോട്ടൽ ബിലിറൂബിൻ. അതിനെ നമ്മൾ ഗിൽബർട്ട് സിൻഡ്രോം എന്നാണ് വിളിക്കുക, ഗിൽബർട്ട് സിൻഡ്രോം ഇൻ മെയിൽ. ഓക്കെ, ഇനി ബിലിറൂബിൻ കൂട്ടാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിന് ബിലിറൂബിൻ കൂട്ടാൻ പറ്റും, സൾഫോണമൈഡ് ആന്റിബയോട്ടിക്സിന് കൂട്ടാൻ പറ്റും, ക്ലോർപ്രൊമാസിൻ പോലെയുള്ള മരുന്നുകൾക്ക് പറ്റും, INH ആന്റി TB ഡ്രഗ് ആണ്, സ്റ്റിറോയിഡ് ഡ്രഗുകൾക്കൊക്കെ ഇത് വർദ്ധിപ്പിക്കാൻ പറ്റും. ഇനി കുറയ്ക്കാൻ പറ്റുന്ന മരുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോമെത്താസിന് ഇത് കുറയ്ക്കാനായിട്ട് പറ്റും, ഫിനോബാർബിറ്റോൺ ഓർക്ക ഗുളിക, അതിനൊക്കെ വേണമെങ്കിൽ ബിലിറൂബിൻ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് എൻസൈംസിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻസൈം മാർക്കേഴ്സ് ലിവർ പരിശോധന വളരെ പ്രധാനപ്പെട്ട ലിവറിന്റെ സെൽ ഡാമേജ് ഓർ ഹെപ്പാറ്റോസെല്ലുലാർ ഇഞ്ചുറി കാണിക്കുന്ന എൻസൈംസ് ആണ്. ഒരെണ്ണം SGOT ആണ്. SGOT സിറം ഗ്ലൂട്ടമേറ്റ് ഓക്സാലോ അസെറ്റേറ്റ് ട്രാൻസാമിനേസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള വേറെ പേര് AST എന്നാണ്, അസ്പാർട്ടേറ്റ് ട്രാൻസാമിനേസ്. രണ്ടാമത്തത് ALT ആണ്. ALT അല്ലെങ്കിൽ SGPT എന്ന് പറയും. സോ ഇതാണ് കുറച്ചും കൂടി ലിവർ സ്പെസിഫിക് എന്ന് വെച്ചാൽ നമ്മൾ ലിവറിനെ പറ്റി പറയുകയാണെങ്കിൽ ലിവർ സ്പെസിഫിക് ഇതാണ് അലാനിൻ ട്രാൻസാമിനേസ് അല്ലെങ്കിൽ സിറം ഗ്ലൂട്ടമേറ്റ് പൈറുവേറ്റ് ട്രാൻസാമിനേസ്. ഇതിൽ ALT ഞാൻ പറഞ്ഞു ലിവർ സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു. ലിവർ സെൽസിന്റെ സൈറ്റോസോൾസിലാണ് ഇത് ഉണ്ടാവുക. ലിവർ സെൽസിന്റെ സൈറ്റോസിൽസിൽ ഉള്ള എൻസൈംസ് ആണ്. പക്ഷെ ഇതോ AST ഓർ SGPT ഇത് ലിവറിലുണ്ട്, ഡെഫിനറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇറ്റ്സ് ഇൻ ദ ഹാർട്ട്, ഹൃദയത്തിലുണ്ട്. ദെൻ സ്കെലിറ്റൽ മസിൽസിലുണ്ട്, അവിടെ സൈറ്റോസോളിലുണ്ട്, മൈറ്റോകോൺട്രിയയുടെ അകത്തും സംഭവമാണ്. സോ ഇപ്പൊ അത്ര ലിവർ സ്പെസിഫിക് അല്ല സംഭവം. ഇനി ഇവിടെ നോർമൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 5 to 35 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ലിറ്റർ ആണെങ്കിൽ ഇതും ഒരു 5 to 35 or 40 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ലിറ്റർ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇത് വർധന ലിവർ ഡിസീസിലാണ് പ്രത്യേകിച്ച് കൂടുതലായിട്ട് സൂചിപ്പിക്കുക. ഇത് വർദ്ധിച്ചാലോ, ഇത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ലിവർ ഡിസീസ് മാത്രമല്ല, ഉദാഹരണത്തിന് മയോകാർഡിയൽ ഇൻഫാർഷനിൽ ഇത് വർദ്ധിക്കുന്നുണ്ട്, ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ വർദ്ധിക്കുന്നുണ്ട്, സിറോസിസിൽ വർദ്ധിക്കുന്നുണ്ട്, ക്രോണിക് ആൽക്കഹോളിക് ലിവർ ഡിസീസിലൊക്കെ ഇത് വർദ്ധിക്കാം. ദെൻ ഇതോ ALT ആണെങ്കിൽ ബീലിയറി ഒബ്സ്ട്രക്ഷൻ തടസ്സം, ബീലിയറി ഒബ്സ്ട്രക്ഷനിൽ വർദ്ധിക്കും, ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ വർദ്ധിക്കും. സോ ഇതിൽ രണ്ടിലുമാണ് ഇത് കൂടുതലായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 50 to 100 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ലിറ്റർ ഒക്കെയാണ് ഉണ്ടാവും. ഇനി വളരെ സിവിയർ ആയിട്ടുള്ള വൈറൽ ഹെപ്പറ്റൈറ്റിസ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതും വർദ്ധിക്കും. അപ്പോൾ ഏകദേശം 300 to 1000, ഞാൻ 1000 എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ 3000 വരെയൊക്കെ വരാം. രണ്ടും ക്രമാതീതമായിട്ട് വർദ്ധിക്കാം. ദെൻ ഇത് SGAT ദെൻ സ്കെലിറ്റൽ മസിൽ ഡിസോർഡേഴ്സിലും വർദ്ധിക്കാം. അപ്പോൾ ഇത് രണ്ടും പ്ലാസ്മ നോൺ സ്പെസിഫിക് എൻസൈംസ് ആണ്. നെക്രോസിസ്, പ്രോലിഫറേഷൻ ഡാമേജ്, നിയോപ്ലാസം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് രണ്ടും വർദ്ധിക്കും. സാധാരണ ഇവ തമ്മിലൊരു റേഷ്യോ ഉണ്ട് കേട്ടോ. ഇത് AST ആണ്. AST to ALT റേഷ്യോ അത് <1 ആയിരിക്കണം. ആൻഡ് അത് ഇൻക്രീസ് <2 ഇങ്ങനെയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണ്. ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് കാരണം AST എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മൈറ്റോകോൺട്രിയയിലും ഉണ്ടെന്ന് പറഞ്ഞു. മൈറ്റോകോൺട്രിയ ടോക്സിൻ ആണ് ആൽക്കഹോൾ എന്ന് പറയും. സോ അതുകൊണ്ട് ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് കൂടുതലായിട്ട് വർദ്ധിക്കാനുള്ള ചാൻസ്. ഇനി നമ്മൾ പറയുന്ന 3 എൻസൈംസ് ഉണ്ട്. ഒന്ന് ALP ആണ്, ALP. 2 GGT, മൂന്നാമത്തത് 5 പ്രൈം ന്യൂക്ലിയോറ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം. സോ ഇത് മൂന്നും ഒബ്സ്ട്രക്ഷൻ, ലിവറിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ എന്ന് പറയുന്നതിന്റെ മാർക്കേഴ്സ് ആണ്, ഒബ്സ്ട്രക്റ്റീവ് ലിവർ ഡാമേജസിന്റെ മാർക്കർ. ആദ്യം നമുക്ക് ALP കുറിച്ച് പറയാം. ALP ഓർ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ആണ്. ആൻഡ് ഇതൊരു ലിവർ ഓൾറെഡി പറഞ്ഞു, ലിവർ ഒബ്സ്ട്രക്ഷന്റെ ഒരു മാർക്കറാണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ALP പല തരമുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഏറ്റവും കൂടുതലുള്ളത് പ്രീ ബീറ്റ എന്ന് പറയുന്ന തരമാണ്, പ്രീ ബീറ്റ. രണ്ടാമതുള്ളത് ആൽഫ-2 ആണ്. ആൽഫ-2 തന്നെ ഹീറ്റ് ലബൈലുണ്ട് ALP. ദെൻ ഹീറ്റ് സ്റ്റേബിൾ ALP ഉണ്ട്. ഹീറ്റ് സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിയുടെ സമയത്തായിരിക്കും കൂടുക, പ്രഗ്നൻസിയുടെ സമയത്ത് കൂടുതലായിട്ട് കാണുന്നതാണ്. ദെൻ പിന്നെ ഏറ്റവും കൂടുതലുള്ള ഒരെണ്ണമാണ് ഗാമ എന്ന് പറയുമ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ ALPയുടെ നോർമൽ വാല്യൂ നമുക്കൊരു ഏകദേശം 30 to 115 യൂണിറ്റ്സ് പെർ ലിറ്റർ ആക്കി കൂട്ടിക്കഴിഞ്ഞാൽ. ആൻഡ് ഇത് വളരെയധികം ഡ്രാസ്റ്റിക്കലി വർദ്ധിക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്. വളരെയധികം കൂടാന്ന് വെച്ചാൽ അതൊരു 10 to 25 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന കണ്ടീഷൻ. അതുണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ ബോൺ ഡിസീസ്, എല്ല് രോഗങ്ങളാണ്. എല്ല് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പേജറ്റ്സ് ഡിസീസ്, റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോസാർക്കോമ, മെറ്റാസ്റ്റാറ്റിക് ബോൺ ക്യാൻസർ അങ്ങനെയൊക്കെയുള്ള ബോൺ ഡിസീസസിലാണ് ഇത് കൂടുക. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് പ്രീബീറ്റയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കൂടുക. സോ അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് കാണുക. ഇനി അത്രയും കൂടുന്നില്ല, ഒരു 10 to 12 ഇരട്ടി മാത്രമാണ് വർദ്ധിക്കുന്നതെങ്കിൽ അതാണ് എക്സ്ട്രാ ഹെപ്പാറ്റിക് ലിവറിനകത്തുള്ള ഒബ്സ്ട്രക്ഷൻ സൂചിപ്പിക്കുന്നത്. അതാണ്. ഓക്കെ, ദെൻ ഓൾസോ ഇൻട്രാ ഹെപ്പാറ്റിക് കോളിസ്റ്റാറ്റിസ്, അതിലും ഇത് വർദ്ധിക്കും. ഓക്കെ, വൈറൽ ഡിസീസസ്, ഡ്രഗ്സ് ഒക്കെ മൂലം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും ഇത് വർദ്ധിക്കും. ഇപ്പോൾ സ്റ്റാസിസ് ഓർ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് വർദ്ധിക്കുക. ഇനി 2 to 3 times വർദ്ധിക്കുന്നത് സാധാരണ
സാധാരണ വർദ്ധിക്കുന്നത് ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ ജോണ്ടിസ് ഒക്കെ പോലെയുള്ളത്, അല്ലെങ്കിൽ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷനാണ്. ആൻഡ് ഇൻ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ അതിനകത്തൊക്കെ കൂടും. സോ കരൾ രോഗങ്ങളിൽ, സാധാരണ കരൾ രോഗങ്ങൾ അപ്പോൾ നമുക്കിത് പറയാവുന്നത് 2 to 3 ഇരട്ടി വർദ്ധിക്കുന്നു. പക്ഷെ തടസ്സമാണെങ്കിൽ, എവിടെയെങ്കിലും തടസ്സമാണെങ്കിൽ 10 to 12 ഇരട്ടി വർദ്ധിക്കും. ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ബോൺ ഡിസീസസ് ആണ് സൂചി. പിന്നെ അടുത്ത CGT ആണ്. CGT എന്ന് വെച്ചാൽ ഗാമ ഗ്ലൂട്ടമൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇതും ഒരു ഒബ്സ്ട്രക്റ്റീവ് ലിവർ ഡിസീസിന്റെ ഒരു മാർക്കറാണ്. സാധാരണ അതിന്റെ 40 യൂണിറ്റ്സ് ആണ്. 40 യൂണിറ്റ്സ് പെർ ലിറ്റർ ഒക്കെയാണ് നോർമൽ. ആൻഡ് ദിസ് ഈസ് സ്പെസിഫിക് ആണ്. സ്പെസിഫിക് ഫോർ ആൽക്കഹോൾ അബ്യൂസ് ആൻഡ് ആൽക്കഹോളിക് ലിവർ ഡിസീസിന് സ്പെസിഫിക് ആണ്. സോ ആൽക്കഹോളിക് ലിവർ ഡിസീസിന് നമുക്ക് GGT ടെസ്റ്റ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അടുത്തത് 5 ന്യൂക്ലിയോട്ടിഡേസ് ആണ്. 5 ന്യൂക്ലിയോട്ടിഡേസിന്റെ അളവെന്ന് വെച്ചാൽ 2 to 10 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ്. ഹെപ്പറ്റൈറ്റിസിൽ ഇത് വർദ്ധിക്കാം. ദെൻ ബീലിയറി ഒബ്സ്ട്രക്ഷനിലും വർദ്ധിക്കാം. നമ്മൾ പറഞ്ഞത് 3 ഒബ്സ്ട്രക്ഷനിലാണ് വർദ്ധിക്കുക. പക്ഷേ മോർ സ്പെസിഫിക് ഫോർ ലിവർ ഡിസീസ് മാർക്കറാണ് കോളിസ്റ്റാറ്റിക് ലിവർ ഡിസീസ്. കോളിസ്റ്റാറ്റിക് ലിവർ ഡിസീസ് മാർക്കറിൽ ഏറ്റവും ഫേമസ് ആണ് 5 ന്യൂക്ലിയോഡേസ് എന്ന് പറയും. ഇനി കരളിന് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഡീനോവോ സിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ ഈസ് ബൈ കരളിലാണ്. കരളിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അപ്പം എന്ത് പറ്റും? കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് കുറയും. സോ ലിവറിന്റെ സിന്തറ്റിക് ഫംഗ്ഷൻ അറിയാനായിട്ട് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ നോക്കി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ കൊളസ്ട്രോൾ ചിലപ്പോൾ കൂടും. അതെന്ന് വെച്ചാൽ കോളിസ്റ്റാറ്റിസ് തടസ്സമാണെങ്കിൽ, കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് ഒക്കെ ആണെങ്കിൽ ഇത് വർദ്ധിക്കുകയായിരിക്കും ചെയ്യുക. ഒബ്സ്ട്രക്റ്റീവ് ലിവർ ഡിസീസ് ആണെങ്കിൽ അപ്പോൾ ഇത് വർദ്ധിക്കുകയും ചെയ്യും. സാധാരണ നോർമൽ എത്രയാണ്? കൊളസ്ട്രോൾ 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ നമുക്ക് ഏകദേശം കൂട്ടാം. ഇനി കൊയാഗുലേഷൻ പ്രൊഫൈൽ ഉണ്ട്. കൊയാഗുലേഷൻ പ്രൊഫൈൽ കാരണം ബ്ലഡ് പ്രോട്ടീൻസ് കുറെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ഫേമസ് പ്രോത്രോംബിൻ ആണ്. പ്രോത്രോംബിൻ ടൈം നമ്മൾ നോക്കാറുണ്ട്. സോ ലിവർ ഡാമേജിന്റെ ഒരു ഷോർട്ട് ടേം മാർക്കർ ആണിത്. ഷോർട്ട് ടേം മാർക്കർ ആയിട്ട് കണക്കാക്കും. സോ ഇൻക്രീസ്ഡ് പ്രോത്രോംബിൻ ടൈം എന്ന് വെച്ചാൽ ലിവർ ഡാമേജ് ആണ്. കാരണം ഇതിന്റെ ഹാഫ് ലൈഫ് എന്ന് വെച്ചാൽ ജസ്റ്റ് 6 hours മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇറ്റ് ഷോസ് അക്യൂട്ട് ലിവർ ഇഞ്ചുറി എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇനി ലിവറിൽ നിന്ന് മറ്റ് ധാരാളം ബ്ലഡ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഫൈബ്രിനോജൻ ഉണ്ട്, ഫാക്ടർ 5, 7, 9, 10 അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അടുത്തത് ആൽബുമിൻ ആണ്. ആൽബുമിൻ നമ്മൾ നോക്കുക, ആൽബുമിൻ ടു ഗ്ലോബുലിൻ റേഷ്യോ ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കുക. സോ ആൽബുമിൻ കരളിൽ നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രോട്ടീൻ ആണ്. രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീനും ഇത് തന്നെയാണ്. ഗ്ലോബുലിൻ പക്ഷേ 2 തരം ഗ്ലോബുലിനാണ് ലിവറിൽ നിന്നുണ്ടാകുന്നത്. ആൽഫയും ബീറ്റയും. ഗാമ ഗ്ലോബുലിനാണ് കൂടുതൽ. അത് പക്ഷേ ഉണ്ടാകുന്നത് പ്ലാസ്മ സെൽസിൽ നിന്ന്. ആൻഡ് ഇവ തമ്മിൽ, ഈ ആൽബുമിനും ഗ്ലോബുലിനും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. 1.7 അല്ലെങ്കിൽ 2 വരെ കൂട്ടാം നമുക്ക്. 1 ആണ്. ഗ്ലോബുലിന് ഇത്രയേ ഉള്ളൂ. ഇത് ഇത്രയും കൂടുതലായിരിക്കും ആൽബുമിൻ എന്ന് പറയുന്നത്. ആൽബുമിന്റെ ഒരു ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 20 days ആണ്. 20 ദിവസമാണ് ഇതിന്റെ ഇത്. ആൻഡ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 3.5 to 4.5 5 വരെയൊക്കെ വരാം. ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ഇതിന്റെ ഇത്. അപ്പൊ ആൽബുമിൻ കുറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആൽബുമിൻ കുറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രോണിക് ലിവർ ഡാമേജ് ഉണ്ട്. ലിവറിന് കുറെ നാളായിട്ട് പ്രശ്നമുണ്ട് എന്നാണ്. ലിവറിന് അല്ലെങ്കിൽ കരളിന് കുറച്ച് നാളായിട്ട് പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. സോ ലിവർ ഡാമേജ് നമുക്ക് കണ്ടുപിടിക്കാം. ആൽബുമിൻ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി ലിവറിലെ ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ ഞാൻ പറഞ്ഞു, അത് റിവേഴ്സ് ചെയ്യുന്ന കേസുകളുണ്ട്. ഗ്ലോബുലിൻ കൂടുകയും ആൽബുമിൻ കുറയുകയും ചെയ്യുന്നു. പിന്നെ ഈ ആൽബുമിൻ കുറയാനുള്ള വേറെ സാഹചര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് നെഫ്രോട്ടിക് സിൻഡ്രോം, കിഡ്നി ഡാമേജ് വന്നാലും ആൽബുമിൻ കുറയും. യൂറിനിലൂടെ അത് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഡാമേജ് ഉണ്ടാകും. ദെൻ ഭക്ഷണം ശരിക്കും കഴിച്ചില്ലെങ്കിൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസും ഇമ്പോർട്ടന്റ് ആണ്. പ്രഗ്നൻസിയിൽ കുറയുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ കുറയുന്നുണ്ട്. ഈ ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ റിവേഴ്സൽ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ മൈലോമയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒരു സൂചന കൊടുക്കുന്ന സംഭവമാണ്. ഇനി പല മരുന്നുകൾക്കും ആൽബുമിൻ ലെവൽ വർദ്ധിപ്പിക്കാനും ഇടപെടാനൊക്കെ പറ്റും. ഉദാഹരണത്തിന് കോർട്ടിക്കോസ്റ്റീറോയിഡ്സിന് വർദ്ധിപ്പിക്കാം, ആൻഡ്രോജൻസിന് വർദ്ധിപ്പിക്കാം, ഗ്രോത്ത് ഹോർമോൺസിന് വർദ്ധിപ്പിക്കാം, ഈവൻ ഇൻസുലിൻസിനൊക്കെ ആൽബുമിൻ ലെവൽ വർദ്ധിപ്പിക്കാം. ഇനി ഗ്ലോബുലിൻ ഞാൻ പറഞ്ഞുണ്ടാക്കുന്നത് ലിവർ അല്ല, പ്രത്യേകിച്ച് ഗാമ ഗ്ലോബുലിൻ, അത് പ്ലാസ്മ സെൽസ് ആണ്. IgM ഇമ്മ്യൂണോഗ്ലോബുലിൻ M കൂട്ടുന്നത് പ്രൈമറി ബിലിയറി സിറോസിസിൽ വർദ്ധിപ്പിക്കാം. ഇമ്മ്യൂണോഗ്ലോബുലിൻ A വർദ്ധിക്കുന്നത് ആൽക്കഹോളിക് ലിവർ ഡിസീസിൽ വർദ്ധിക്കാം. ഇനി ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സെറുലോപ്ലാസ്മിൻ ആണ് ഒരെണ്ണം. സെറുലോപ്ലാസ്മിന്റെ ലെവൽ 0.2 to 0.4 ഗ്രാം പെർ ലിറ്റർ ആണ്. ആൻഡ് ഇതൊരു അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് ആണ്. ദെൻ ഇൻഫെക്ഷൻ വന്നാലും റൊമറ്റോയിഡ് ആർത്രൈറ്റിസും വന്നാലും പ്രഗ്നൻസിയിലൊക്കെ വർദ്ധിക്കും. പക്ഷെ ഇത് കുറയുന്നത് വിൽസൺസ് ഡിസീസിലാണ്. വിൽസൺസ് ഡിസീസിൽ സെറുലോപ്ലാസ്മിൻ ലെവൽ ഒരു മാർക്കറാണ്, കുറയുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ദെൻ പിന്നെ പ്രോ കൊളാജിൻ ഞാൻ പറഞ്ഞു, അത് ഫൈബ്രോസിസ് ടെസ്റ്റ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ദെൻ ആൽഫ-1 ആന്റിട്രിപ്സിൻ. ആൽഫ-1 ആന്റിട്രിപ്സിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലങ് ഡിസോർഡറിന് ഉണ്ടാകുന്ന പ്രശ്നമാണ്. പക്ഷെ ലിവർ സിറോസിസിൽ ഇപ്പൊ ജനിതകപരമായിട്ട് കിട്ടുക, പേരൻസിൽ നിന്നൊക്കെ കിട്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇത്. ദെൻ ആൽഫ ഫീറ്റോ
പ്രോട്ടീൻ ഉണ്ട്. ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഹെപ്പാറ്റോസെല്ലാർ കാർസിനോമയിൽ കൂടുതലായിട്ട് ഉണ്ടാകാം, ലിവർ ക്യാൻസറിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാം. ദെൻ യൂണിറ്റിൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അമ്മയിൽ ചിലപ്പോൾ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എമൗണ്ട് കൂടുതലായിട്ട് നമുക്ക് കണ്ടു. ഇനി ഒരെണ്ണം പറയാനുള്ളത് അമോണിയാണ്. ബ്ലഡ് അമോണിയ കൂടി കഴിയുമ്പോൾ അത് ഹെപ്പാറ്റിക് എൻകെഫലോപ്പതിയാണ്. കാരണം അമോണിയ ബ്രെയിനകത്ത് കയറും, പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ സിറോസിന്റെ ഒരു ലക്ഷണമാണ് അമോണിയ കൂടുക. ദെൻ യൂറിയ സൈക്കിൾ ഡിസോർഡേഴ്സ് വന്നാലും അമോണിയ കൂടുതലായിട്ട് കണ്ടു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ പറയാനുള്ളത്. ഇനി കുറേ ടെസ്റ്റുകൾ കൂടി ഞാൻ പറഞ്ഞായിരുന്നു, അതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് നല്ല പ്രത്യേകം വേറെ പറയേണ്ട ടെസ്റ്റുകൾ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.